കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ പകൽവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ നല്ല പകൽക്കാലത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കർത്താവിൻ്റെ ദാസൻ കുടുംബം ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു നല്ല പകൽക്കാലം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് നൽകിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാലാവസ്ഥയുടേതായ മാറ്റങ്ങളും വ്യതിയാനങ്ങളും ഒക്കെ ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്ക് തടസ്സമാകുമോ എന്ന് രാവിലെ ചിന്തിക്കത്തക്കതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് തക്ക സമയമായപ്പോൾ കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി ആരോഗ്യത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരാനും ചില നിമിഷങ്ങൾ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദൈവം നമുക്ക് നൽകി തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു, കോട്ടയായിരുന്നു, കാവലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മുടെ കുടുംബങ്ങളെയെല്ലാം ദൈവം ക്ഷേമത്തോടെ പരിപാലിച്ചു. ദേശത്തും വിദേശത്തുമായി കർത്താവിന്റെ കൃപ നമ്മെ താങ്ങി. നാം ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് തീരുമാനിച്ചതുപോലെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി 2 പ്രോഗ്രാം ഈ ആഴ്ച നമുക്ക് ഉണ്ടായിരുന്നു. അതോർത്ത് പ്രാർത്ഥിച്ച് അതിൽ സഹകരിച്ച എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചൊവ്വാഴ്ച പകൽക്കാലം നമ്മുടെ സഭയുടെ ഉത്തരവാദിത്വത്തിൽ ചുമതലയിൽ നമ്മുടെ സഹോദരങ്ങളായ ദൈവമക്കളോടും ദൈവദാസന്മാരോടും ചേർന്ന് നമ്മുടെ സഭയുടെ ചുറ്റുപാടുള്ള 12 സ്ഥലങ്ങളിൽ പരസ്യയോഗമായി കടന്നു പോകുവാനിടയായി വളരെ ആത്മാർത്ഥതയോടെ അതിൽ ശാരീരികമായ പ്രയാസങ്ങളൊന്നും വകവെക്കാതെ അതിൽ ആത്മാർത്ഥതയോടെ ആദ്യോടവസാനം സഹകരിച്ച എല്ലാ വിലപ്പെട്ട കത്തുദാസന്മാരോടും എല്ലാ ദൈവമക്കളോടുമുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിച്ച സഹകരിച്ച ഹല്ലേലൂയ എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. സാമ്പത്തികമായ ആ വിഷയത്തിൽ കൂട്ടായ്മ കാണിച്ച പ്രിയ ഭവനത്തെയും ദൈവം സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച പകൽക്കാലം നമുക്ക് പ്രാർത്ഥന ഇല്ലായിരുന്നു. അന്ന് ദിവസം വൈകിട്ട് 2 സമയങ്ങളിലായി നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് പ്രാർത്ഥിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി വന്ന് മധ്യസ്ഥണയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിന്റെ ആരംഭത്തിലെ പ്രാർത്ഥന 7 മണിക്ക് ആരംഭിച്ച് 9:15 അവസാനിച്ചു. രണ്ടാമത്തെ പ്രാർത്ഥന 10 മണിക്ക് ആരംഭിച്ച് 12:15 അവസാനിപ്പിക്കാനിടയായി. ഈ 2 സമയങ്ങളിലും കടന്നു വന്ന് സംബന്ധിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി, എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി, ഓരോ കുടുംബത്തിന്റെയും പേര് പറഞ്ഞ് ഓരോ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളും അവസ്ഥകളും പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനിടയായി. ഹല്ലേലൂയ. എല്ലാം ദൈവത്തിന്റെ വിശ്വസ്തതയാകയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആ നിലയിൽ അവസരം കണ്ടെത്തിയ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെയും പ്രാർത്ഥനയിൽ മടുത്തുപോകാതെ, ആരാധനയിൽ മടുത്തുപോകാതെ, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ മാനിച്ച് ദൈവകൃപയിൽ നിൽക്കുവാൻ നമുക്കെല്ലാം ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മെ ജയോത്സകരമായി നടത്തിയ സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും എല്ലാ മാനവും അർപ്പിച്ചുകൊണ്ട് ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥനയ്ക്ക് ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ ഇന്ന് പകൽക്കാലം കൊണ്ടുവരാം. വളരെ പരിമിതമായ സമയമാണ് എൻ്റെ മുമ്പിൽ. ഇന്ന് പകൽക്കാലം ഈ സങ്കീർത്തന പ്രബോധനത്തിനു വേണ്ടി ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. തുടർന്ന് അത്യാവശ്യം നമ്മുടെ ആരാധനയോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ നടക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ആ കാര്യത്തിന് അവസരങ്ങൾ കൂടുതൽ എടുക്കുന്നില്ല. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. 66-ാം സങ്കീർത്തനം വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്തുതിക്കേണ്ടതിന്റെ ആവശ്യകതയെ വളരെ വ്യക്തമായി ഓർപ്പിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഈ 66-ാം സങ്കീർത്തനം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സ്തുതിക്കാനുള്ള ഒരാഹ്വാനമാണ് ഈ സങ്കീർത്തനത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായി കഴിയുന്നത്. 20 വാക്യങ്ങൾ ഉള്ള ഈ സങ്കീർത്തനത്തെ 4 ഭാഗമായി ഹല്ലേലൂയ തിരിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ദൈവം എന്നെ ഏൽപ്പിച്ചതായ ആ സന്ദേശത്തിലേക്ക് കടന്നു വരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്തുതിക്കാനുള്ള ആഹ്വാനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായമാണ് 66-ാം സങ്കീർത്തനം. അതിന്റെ 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തുതിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് അവിടെ കാണുവാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. സ്തുതിക്കാനുള്ള കാരണം, ആ കാരണമെന്ന് പറയുന്നത് യഹോവയുടെ പ്രവൃത്തിയാണ്. ആ ഭാഗങ്ങളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ കാണുന്നു, നിന്റെ പ്രവർത്തികൾ എത്ര
ഭയങ്കരം. നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എത്രത്തോളം വലിയതാണ്, ദൈവത്തിന്റെ പ്രവൃത്തി എത്രത്തോളം ഉന്നതമാണ് എന്നുള്ളത് അവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നു. ചില പ്രവൃത്തികളെ കുറിച്ചൊക്കെ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ ഹല്ലേലൂയ ഉണങ്ങിയ നിലത്തൂടെ കാൽനടയായി അവർ കടന്നുപോയി. അവർ ഹല്ലേലൂയ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. അത് ഉണങ്ങിയ നിലം ദൈവം അതിനെ ആക്കി തീർക്കാനിടയായി. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലിയതാ. പഴയ നിയമ ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, പുതിയ നിയമ ഇസ്രായേൽ ആകുന്ന നമുക്ക് വേണ്ടി ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. അതോർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവർത്തികളെ ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തികൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, ജീവിതത്തിന്റെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിനു വേണ്ടി ചെയ്ത പ്രവർത്തികൾ മാത്രം ഓർത്താൽ നമുക്ക് എത്ര സ്തുതിച്ചാലും അത് മതിയാകയില്ല. എത്ര സ്തുതിച്ചാലും ഹല്ലേലൂയ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച കർത്താവ്, ഹല്ലേലൂയ നമുക്ക് വേണ്ടി തക്ക സമയങ്ങളിൽ മറുപടികൾ അയച്ച, നമ്മെ മാനിച്ച, നമ്മെ ആദരിച്ച ദൈവത്തിന്റെ പ്രവൃത്തി എത്രയോ ഉന്നതമാണ്, എത്രയോ ശ്രേഷ്ഠമാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നമ്മൾ വായിച്ചല്ലോ, ഹല്ലേലൂയ നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങും. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ക്രിസ്തീയ ജീവിതത്തിൽ നമ്മോട് എതിർത്തതായ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ പാർപ്പിനോടുള്ള ബന്ധത്തിൽ, നാം പാർക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നാം ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അങ്ങനെ എത്രയോ വിഷയങ്ങൾ, പഠിക്കുന്ന സ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മോട് എതിർക്കുന്ന ആളുകൾ, ഒരുപക്ഷെ നമ്മൾ ആ വിഷയത്തിലുള്ളൊരു പ്രതികരണം കുറവാണെന്ന് തോന്നുന്നതിനനുസരിച്ച് ഏതെല്ലാം നിലയിൽ നമ്മെ കീഴടക്കാൻ ശ്രമിക്കുമോ അവിടൊക്കെ ഉയർന്നു വന്നതായ സ്ഥാനങ്ങളുടെ നടുവിലും നിലവിളിക്കുവാനും പ്രാർത്ഥിപ്പാനും ദൈവസന്നിധി മനസ്സുവെച്ച ദൈവമക്കൾക്ക് പറയാൻ കഴിയും, ഹല്ലേലൂയ, എന്റെ കരം ഒന്നും ചലിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിച്ചു. ഹല്ലേലൂയ. ഞാൻ എന്റെ നാവ് കൊണ്ടോ എന്റേതായ കരം കൊണ്ടോ എന്റെ മാനുഷികമായിട്ടുള്ളതായ ആ ഒരു സ്വാധീനം കൊണ്ടോ ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിലും ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവർ ജോലിയിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിച്ചാൽ അവർ പറയും, വളരെ ആത്മാർത്ഥതയോടെ അല്ലയോ ദൈവത്തെ വിളിച്ച് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അവർ ദൈവസന്നിധിയിൽ കാണിക്കുന്ന വിശ്വസ്തതയ്ക്ക് ദൈവം അവർക്ക് പ്രതിഫലമായി അവരെ ഇങ്ങനെ മാനിച്ച് ഉയർത്തി നല്ല പ്രൊമോഷൻ നൽകി, നല്ല സാലറി നൽകി, അല്ലെങ്കിൽ നല്ല പൊസിഷൻ നൽകി, ഉന്നതമായ നിലവാരത്തിലൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനെ ഇഷ്ടപ്പെടാത്തതായ, അതിൽ സന്തോഷിക്കാൻ കഴിയാത്തതായ ഒത്തിരി ആളുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരവരോട് പ്രത്യക്ഷമായി എതിർക്കും, അവരോട് പ്രത്യക്ഷമായി ആ നിലയിൽ സംസാരിക്കും. അവർക്ക് എതിരായി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെയ്യുന്ന അവസരത്തിലും ആ പ്രിയപ്പെട്ടവർ മാതാപിതാക്കളെ വിളിച്ചു പറയും, ദൈവദാസന്മാരായ പ്രിയപ്പെട്ടവരെ വിളിച്ചു പറയും, എനിക്കൊരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം, ഒത്തിരി പ്രയാസത്തിലാണ്, അല്ലെങ്കിൽ എൻ്റെ ജോലിക്ക്, അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്നതിന്, അല്ലെങ്കിൽ എൻ്റെ ജീവിത നിലവാരത്തിനെതിരെ ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നാം ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന വേളയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രു കീഴടങ്ങുന്നത് നമുക്ക് കാണുവാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ ദൂര് സംസാരിക്കുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, ഏതെങ്കിലും നിലയിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വിരോധമായി, നിലനിൽപ്പിന് എതിരായി ഹല്ലേലൂയ ഉയർന്നു നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രതികൂലത്തെയോ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഇന്ന് പകൽ കാണുന്നെങ്കിൽ ഓർത്തുകൊള്ളട്ടെ. ഹല്ലേലൂയ. ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, മാനുഷികമായ നിലയിൽ അതിനെ ഓർത്തു നീയും ഞാനും ഭാരപ്പെടേണ്ട. ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി ചിലത് ചെയ്യാൻ ഈ പകൽക്കാലവും ദൈവം വിശ്വസ്തന. പാർക്കുന്ന ഇടത്തോ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ദൈവമേ ആ വിഷയത്തിൽ എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ല, ഉയർന്നു നിൽക്കുന്ന ഒരു ശത്രുവുണ്ട്, ഈ നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ശത്രു വെല്ലുവിളിച്ചു പറയുന്ന ഒരു കാര്യം ഇതായിരിക്കാം, ഒന്നിൽ ഞാൻ അല്ലെങ്കിൽ നീ, രണ്ടുപേർക്കും കൂടെ ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. ആരാ നിൽക്കേണ്ടത്? ദൈവത്തെ സേവിക്കുന്നവൻ നിലനിൽക്കണമോ, അതോ ദൈവത്തെ സേവിക്കുന്ന ദൈവ വൈതലിന് എതിരായി നിൽക്കേണ്ടവൻ നിലനിൽക്കണമോ? അത് വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. അതിന്റെയൊക്കെ നടുവിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥന മാത്രമാണ് അതിന് പരിഹാരം. ദൈവസന്നിധി കണ്ണുനീരൊഴുക്കുക മാത്രമാണ് അതിന് പരിഹാരം. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിലേക്കൊക്കെ ഒറ്റക്കിറങ്ങി വരുമ്പോൾ, ഒറ്റ കുടുംബമായി ദേശത്തൊക്കെ നിൽക്കുമ്പോൾ അതിൽ താല്പര്യപ്പെടാത്ത, ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ദേശത്ത് നിന്ന് ഓടിക്കുമെന്ന് മുഖതാവിൽ പറയുന്നവരുണ്ട്. ഒത്തിരി ആളുകൾ ആ നിലയിൽ അവരുടെ ഭാരം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിർത്തത്തില്ല, ഹല്ലേലൂയ, ഇവിടെ നിന്ന് ഓടിച്ചു കള, ഏത് നിലയിലും
ഓടിച്ചു കളയാൻ ഏത് രീതിയിലും പ്രവർത്തിക്കും. ചിലപ്പോൾ രോഗമായിരിക്കാം, മാറി മാറിയുള്ള അസ്വസ്ഥത, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഒന്നൊഴിയാത്ത കഷ്ടങ്ങൾ, അല്ലെങ്കിൽ വേർപാടിന്റെ വേദന, ദുഃഖങ്ങൾ, അങ്ങനെയൊക്കെ മാറി മാറി വരുമ്പോൾ അവസാനം മനസ്സങ്ങ് അടുത്തിട്ട് പറയും, അല്ലെങ്കിൽ ചിന്തിക്കും, തീരുമാനിക്കും, ഇവിടെ ഇനി താമസിക്കേണ്ട. അതിന്റെ പിന്നിൽ ഒരു വെല്ലുവിളി ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഇതൊക്കെ തിരിച്ചറിയുമ്പോഴും ഇതൊക്കെ മനസ്സിലാകുമ്പോഴും ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്റെ ശക്തിയുടെ വലിപ്പത്താൽ ശത്രുക്കൾ നിനക്ക് കീഴടങ്ങുമെങ്കിൽ മാനുഷികമായി എതിർക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മാനുഷികമായി ഒന്നും ചെയ്യാൻ എന്റേതായ ജീവിതത്തെ ദൈവമേ നീ അനുവദിക്കരുത്. ഞാൻ നിന്നെ സേവിക്കുമ്പോൾ കർത്താവേ നീ എനിക്ക് ഉത്തരവാദിയായിരിക്കണമേ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ വിളിച്ചു പറയട്ടെ, നീ അനുഭവിക്കുന്ന ഏത് പ്രവർത്തനങ്ങളുടെ നടുവിലും, നീ അനുഭവിക്കുന്ന ഏത് ഭാരങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി അയച്ച് ഒരു ദൈവവൈതലിനെ മാനിക്കാൻ ദൈവം ഈ പകൽക്കാലം വിശ്വസ്തനാണ്. അത് വിശ്വസിക്കുന്നവരും അനുഭവിച്ചവരും ദൈവത്തെ സ്തുതിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഹല്ലേലൂയ നമ്മുടെ കഴിവല്ല നാം നിന്നത്, നമ്മുടെ കഴിവ് കൊണ്ട് ആ ജയം നേടിയത് എന്നൊരു ചിന്ത ഭരിച്ചാൽ സ്തോത്രം പറയാൻ പറ്റിയെന്ന് വരികയില്ല, ദൈവത്തിന് നന്ദി പറയാൻ പറ്റിയെന്നിരിക്കയില്ല. ഹല്ലേലൂയ. എന്നാൽ സകല മഹത്വത്തിനും സകല മാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യൻ കർത്താവ് മാത്രമാകയാൽ ആ ദൈവമായി എന്നെ ഇതുവരെ എത്തിച്ചത്, ഇതുവരെ കൊണ്ടുവന്നത്, അല്ലെ തളർത്താൻ ശ്രമിച്ചവരുടെ നടുവിലൊക്കെ ദൈവമായി എന്നെ വളർത്തിയത്, ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് ഞാനിത് വിളിച്ചു പറയുമ്പോൾ, കഴിഞ്ഞ ഒരു മാസയോഗത്തിൽ ഞാൻ പ്രസംഗിച്ചതായ ആ സന്ദേശം കേട്ട ചില ദൈവമക്കൾ ഇവിടെയുണ്ട്. എനിക്ക് വേണ്ട അനുഭവത്തിൽ പറയാൻ കഴിയും. ഹല്ലേലൂയ. ചവിട്ടി താക്കാൻ ശ്രമിച്ച ഒത്തിരി അനുഭവങ്ങൾ ഈ വേലയ്ക്ക് ഇറങ്ങിയതായ 1/4 നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. കൂടെ നിന്നവരും കൂടെ നിൽക്കുമെന്നും കരുതിയവരൊക്കെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ച് ആ നിലകളിൽ വചനത്തിൽ വായിക്കുന്നവരെ മുതുകത്തൊരു വലിയ ഭാരം എടുത്തു വെച്ചതുപോലുള്ള അനുഭവങ്ങൾ വന്നപ്പോൾ ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ സമയമാകുമ്പോൾ ഹല്ലേലൂയ കർത്താവ് പുറത്തു കൊണ്ടുവരും. ദൈവത്തിന്റെ സമയമാകുമ്പോൾ തമ്പുരാൻ കയ്യിലെടുക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പകൽക്കാലവും ഹല്ലേലൂയ ആ തമ്പുരാൻ കയ്യിലെടുത്ത് ആ കയ്യിൽ നിന്ന് ഹല്ലേലൂയ പറിച്ചു കളയുവാൻ, ആ കയ്യിൽ നിന്ന് ഹല്ലേലൂയ തകർത്തു കളയുവാൻ, ആ കയ്യിൽ നിന്നും മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാനും എന്റെ കുടുംബവും ദൈവത്തിന്റെ കയ്യിലാണ്. ഞാനും എന്റെ കുടുംബവും എന്റെ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ആർക്കും ഒരു ദോഷം ചെയ്യാൻ അവൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ അനുഭവിച്ച വിടുതലിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഹല്ലേലൂയ ഞാൻ വാചാലനായി പോകുമോ എന്ന് ഹല്ലേലൂയ ഞാൻ ഭയപ്പെടാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം ഈ ചെറുപ്രായത്തിനുള്ളിൽ ഞാൻ എൻ്റെ ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എന്നെക്കാട്ടിൽ കൂടുതൽ ആ നിലകൾ അനുഭവിച്ചവർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ചില അവസരങ്ങൾ ഞാൻ ഓർക്കാറുണ്ട്. പലരുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ തലകുനിച്ച് ദൈവത്തെ സ്തുതിക്കും. കർത്താവേ, ആ നിലയിലും നീ പ്രവർത്തിക്കുന്നവനാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ സ്തുതിക്കാനുള്ള ആഹ്വാനത്തിന്റെ ഒന്നാമത്തെ ഭാഗം അതാണ്. പ്രവർത്തികൾ നിമിത്തം ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നാം ശ്രദ്ധിക്കുമ്പോൾ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, രണ്ടാമത്തെ ഭാഗം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നാം ശ്രദ്ധിക്കുന്നത് അവന്റെ കരുതൽ നിമിത്തം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കണം. ഒന്നാമത് അവന്റെ പ്രവർത്തികൾ നിമിത്തമാണ് സ്തോത്രം ചെയ്യേണ്ടതെങ്കിൽ, രണ്ടാമത് അവന്റെ കരുതൽ നിമിത്തം. ദൈവത്തിന് സ്തോത്രം. എന്താ കരുതൽ? 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതുവാൻ അവൻ സമ്മതിക്കുന്നില്ല. ആ ഭാഗത്ത് നാം ശ്രദ്ധിക്കുന്ന ഒരു വാക്യമാണല്ലോ 9ാമത്തെ വാക്യം. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. ദൈവത്തിന്റെ കരുതലിന്റെ ഹല്ലേലൂയ ഒരു പ്രത്യേകതയാണ്. ദൈവത്തിന് സ്തോത്രം. ജീവനോടെ കാക്കുന്നു. ഹല്ലേലൂയ. നമ്മെ കാക്കുന്നത് നാം കഴിക്കുന്ന മരുന്നൊന്നുമല്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിക്കുന്ന മരുന്നിന്റെ ഗുണമാണ് ഹല്ലേലൂയ നിന്റെ ശരീരത്തിന്റെ രോഗം ഭേദമാകുന്നതെങ്കിൽ ഹല്ലേലൂയ അത് മരുന്ന് കഴിച്ച എത്രയോ ആളുകൾ ഇന്നും അതിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കുന്നു. ആ സെയിം മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ഇന്നും അതിന്റെ തളർച്ചയും ക്ഷീണവും അനുഭവിക്കുമ്പോൾ ദൈവവൈതലേ, അതിനൊക്കെ അപ്പുറമായിട്ട് നാം ഒന്ന് വിശ്വസിക്കുന്നു. എന്നെ കരുതുന്നൊരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ എന്നെ ജീവനോടെ കാക്കുന്നു. ഞാൻ ഭവനത്തിന് അകത്തായിരിക്കുമ്പോഴും ഭവനത്തിന് പുറത്തായിരിക്കുമ്പോഴും ഹല്ലേലൂയ
ചിലപ്പോൾ നാം ചിന്തിക്കും ഭവനത്തിനകത്തൊക്കെ ഇരിക്കുന്നെങ്കിൽ ഒരു ക്ലേശവും വരത്തില്ല, ഒരു രോഗവും വരത്തില്ല, ഒരു പ്രയാസവും വരത്തില്ല, അല്ലെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ചിലർ ചിന്തിക്കുന്നത് വാഹനങ്ങളിൽ കയറിയാൽ പ്രതിസന്ധി ഉണ്ടാകും, അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്നോർത്ത് വാഹനങ്ങളിൽ കയറാതെ യാത്ര ചെയ്യുന്ന മനുഷ്യരും ഈ നൂറ്റാണ്ടിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ട് വരും. പക്ഷേ ഞാൻ അങ്ങനെ ഒരു കുടുംബത്തെ കണ്ടിട്ടുണ്ട്. പെന്തക്കോസ്ത് വിശ്വാസികളാണ്. അവരുടെ ഒരു ഭയം ഉള്ളിൽ തട്ടി ദൂരെ എങ്ങും പോകാറില്ല. ഒരു 10 കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള സ്ഥലത്തേ പോകുള്ളൂ, അത് നടന്നേ പോകുള്ളൂ. 10 കിലോമീറ്റർ ചെല്ലേണ്ട സ്ഥലത്താണെങ്കിൽ അതിനനുസരിച്ച് 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒരമ്മയും മകനും. അവർ ചിന്തിക്കുന്നത് വണ്ടിയെ കയറിയാൽ വണ്ടി ഇടിക്കും, വണ്ടി മറിയും. ഹല്ലേലൂയ. നമുക്കറിയാം, നടന്നു പോകുന്ന എത്രയോ പ്രിയപ്പെട്ടവർ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ മരണപ്പെടുന്നു. വാഹനത്തിൽ കയറിയാലും വഴിയിൽ കൂടെ യാത്ര ചെയ്താലും ഭവനത്തിലിരുന്നാലും ഭവനത്തിന് പുറത്തു പോയാലും ഹല്ലേലൂയ, മരണം ഏത് സമയത്തും ആരെയും എപ്പോഴും ഏത് രീതിയിലും കടന്നു പിടിക്കാം. പക്ഷേ അവിടെ ഒക്കെ ജീവനോടെ കാക്കുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കാലടികൾ വഴുതി പോകാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഹല്ലേലൂയ, തകർച്ചയിലേക്ക് വഴുതി പോകാൻ. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം ഭയപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾ ഓടിക്കുന്ന പ്രിയപ്പെട്ടു പറയാം, ഹല്ലേലൂയ, ചിലപ്പോൾ അത് വഴുതി പോകുമ്പോൾ, സ്ലിപ്പായി പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം. ഹല്ലേലൂയ, ഏതെല്ലാം തകർച്ചകൾ സംഭവിക്കാം. ഒരുപക്ഷെ ആരോരുമില്ലാത്ത ഒരു റോഡിൽ സ്ലിപ്പ് ചെയ്താൽ ആർക്കും ഒരു ഹാനി വരുന്നില്ല. പക്ഷേ അതൊരു നല്ല ജംഗ്ഷനിലാണെങ്കിലോ ആർക്കെല്ലാം എന്തെല്ലാം കെടുതികളാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അവിടെ എല്ലാം നമ്മെ ജീവനോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത. ഭവനത്തിലായിരിക്കുമ്പോഴും നമ്മുടെ ജോലി കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴും ഹല്ലേലൂയ, വിവേകത്തോടെ സുബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലിയ. ദൈവത്തിന് സ്തോത്രം. ഒരു കയ്യബദ്ധം സംഭവിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ നാശം സംഭവിക്കാൻ. നാം ഭവനത്തിലായിരിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും ഏതെങ്കിലും നിലയിൽ ഹല്ലേലൂയ ഒരു ഭാരം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ തകർച്ചയായി തീരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുതൽ എത്ര വലിയതാ. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. ഇന്ന് പകൽക്കാലം കഴിഞ്ഞ നാളുകളിൽ ജീവനോടെ കർത്താവ് കാത്ത ആ സന്ദർഭങ്ങളെ ഒന്ന് ഓർത്താൽ അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഈ പ്രായത്തിനുള്ളിൽ ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരെ, മാതാക്കളെ, ദൈവജനമേ, ജീവിതത്തിന്റെ ഈ പ്രായത്തിനുള്ളിൽ കർത്താവ് നിന്നെ ജീവനോടെ കാത്ത സന്ദർഭങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയിട്ട് അതിനൊരു ദൈവകരമാ താങ്ങിയതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു വാക്കെങ്കിലും ആ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് മിടുക്കുകൊണ്ട് രക്ഷപ്പെട്ടെങ്കിൽ പറയണ്ട, അതിലൊരു ദൈവകരമുണ്ടെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹല്ലേലൂയ. എന്നെ താങ്ങിയത് ദൈവത്തിന്റെ കരമാ, എന്നെ സൂക്ഷിച്ച ദൈവത്തിന്റെ കരമാ. ആ തിന്മ തൊടാതെ, ഹല്ലേലൂയ, ആ അനർത്ഥം വ്യസനകാരണമായി തീരാതെ പലതിൽ നിന്നും നമ്മളെ തട്ടി മാറ്റിയത്. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു കർത്താവിന്റെ ദാസൻ, പുതുപ്പള്ളി കൊച്ചു സാർ എന്ന് പറയുന്ന ദൈവദാസൻ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശുശ്രൂഷിച്ച ഒരു സഭയിൽ ഒരു സഹോദരിയോട് ഇങ്ങനെ ഒരു ദൂത് പറയാനിടയായി. ഒരു മാസത്തിന്റെ പേര് പറഞ്ഞ് ഒരു ഡേറ്റ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ ദിവസം നിന്റെ ഭർത്താവിന് വേണ്ടി നീ ഉപവസിച്ച് പ്രാർത്ഥിച്ചോണം. അപ്പോൾ ഭർത്താവ് ഒരല്പം ഷോർട്ട് ടെമ്പേർഡാ, പെട്ടെന്ന് കോപിക്കുന്ന ഒരു മനുഷ്യന്. അപ്പോൾ ആ സഹോദരി ചിന്തിച്ചു, അങ്ങനെ എന്തെങ്കിലും പ്രയാസം വന്ന് ഈ അറബിയും അങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ആ ഒരു കണ്ടീഷൻ ഒരേ ലെവലിൽ വന്നാൽ എന്തും സംഭവിക്കാം. അറബിയും ചൂടായി ഈ പുള്ളിയും കൂടെ ചൂടായാൽ രണ്ടുപേരുടെയും ചൂട് ഒരുപോലെ ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും പറഞ്ഞ ദൂതും ആ ദൈവദാസൻ പറഞ്ഞ ദൂതിലെ വിശ്വാസം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ആ സഹോദരി ദൈവസന്നിധി പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു ക്ലേശവും ഒരു ഭാരവും ഒരു അനർത്ഥവും വരാതെ ദൈവം സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞു. എന്നാൽ ഭർത്താവിനോട് ഇത് വിളിച്ചൊന്ന് പറയണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ഒരാളാണ്. അദ്ദേഹം സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ ആ പ്രത്യേക ദിവസം അദ്ദേഹവും തൻ്റെ 2 സുഹൃത്തുക്കളും കൂടെ ഒരു വലിയ ട്രെയിലറിൽ യാത്ര ചെയ്യുക, ഏതോ ആവശ്യത്തിന്, കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന അവസരത്തിൽ വേറെ ഒരു വണ്ടിയുമായിട്ട് ഇത് കൂട്ടിയിടിക്കാനിടയായി. കൂട്ടിയിടിച്ച സമയത്ത് ഇതിനകത്തുള്ള ഈ 3 പ്രിയപ്പെട്ടവരും തെറിച്ചുപോയി. ഈ 2 പ്രിയപ്പെട്ടവരുടെയും ശരീരത്തിൽ ഒടിവും ചതവും മുറിവും ഉണ്ടായി. പക്ഷേ ഈ മനുഷ്യനൊരു പോറൽ പോലും എത്തിയില്ല.
അദ്ദേഹം തൻ്റെ അനുഭവത്തെക്കുറിച്ച് സ്വന്തം വാക്കുകളിൽ നാട്ടിൽ വന്ന് സഭയിൽ സാക്ഷ്യം പറയുമ്പോഴാണ് അതിനുശേഷം ഈ സഹോദരി ഈ വിഷയം പറഞ്ഞു. കൊച്ചു സാറ് പറഞ്ഞൊരു വിഷയമാണ്, ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് അതിനെ മുഖാമുഖം നേരിട്ട് കണ്ട വേളയിൽ എന്തെങ്കിലും സംഭവിക്കാം, ഒരുപക്ഷെ ജീവൻ അപായത്തിലാകാം, അല്ലെങ്കിൽ കൈകാലുകൾക്ക് ഒടിവ് സംഭവിക്കാം എന്ന് ചിന്തിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, ആരോ എന്നെ വലിച്ചെടുത്ത് പൊക്കി ഒരു പുല്ലിന്റെ പുറത്ത് കൊണ്ട് ഇടുന്നത് പോലെ എന്നെ കൊണ്ടിട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവ പൈതലേ, ഞാൻ അതാ പറഞ്ഞത്. ഈ ദൂതൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ദൈവം എന്നെ സൂക്ഷിച്ചതാണ്, ദൈവമായി എന്നെ പരിപാലിച്ചത്. കൂടെയുള്ള രണ്ടുപേർക്കും അപകടങ്ങൾ സംഭവിച്ചപ്പോൾ അവർ ശാരീരികമായി ഒടിവും ചരവും മുറിവും അവരുടെ ശരീരത്തിൽ ഉണ്ടായപ്പോൾ ഒരു പോറൽ പോലും ആ 3 പേരിൽ ഒരുവനായിരുന്ന എനിക്ക് ഉണ്ടാകാതെ ദൈവം സൂക്ഷിച്ചതിൽ ഒരു ദൈവത്തിന്റെ കരം മാത്രമായുള്ളത്. അതാ ഞാൻ വചനത്തിൽ ഇവിടെ പറഞ്ഞത്, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവവേദലേ, നമ്മുടെ ഈ പ്രായത്തിനുള്ളിൽ എത്രയോ മരണത്തിന്റെ സമയങ്ങൾ നമ്മൾ മുമ്പിൽ കണ്ടതാണ്. മരണം നമ്മെ മാടി വിളിച്ച സമയങ്ങളുണ്ട്. മുഖാമുഖമായി ഏറ്റുമുട്ടലുകൾ നടത്തിയപ്പോഴും ഒരുപക്ഷെ നാം ഭയന്ന് കാണും. വീട്ടിലുള്ളവരെ കാണാൻ കഴിയുമോ, എന്റെ അടുത്ത നിമിഷം എനിക്ക് കാണാൻ കഴിയുമോ, അടുത്തതായ ദിവസങ്ങളിൽ എനിക്ക് കാണാൻ കഴിയുമോ എന്നൊക്കെ ഭയപ്പെട്ടതായ സമയങ്ങളിൽ ഭയം നിരുന്നത് ഒന്നും സംഭവിക്കാതെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നമ്മെ വിടുവിച്ച ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലിയതാ. ദൈവത്തിന് സ്തോത്രം. നമ്മളെ ജീവനോടെ അവൻ കാക്കുന്നു. നമ്മുടെ കാലടികൾ വഴുതി പോകാൻ അവൻ സമ്മതിക്കുന്നില്ല. അതുമാത്രമല്ല കരുതൽ. അതിന്റെ ആ ഭാഗം താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു, നീ ഞങ്ങളെ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. അടുത്ത ഭാഗം, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക്. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, കരുതൽ നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കഷ്ടത വന്നെങ്കിലും പ്രയാസം വന്നെങ്കിലും ഹല്ലേലൂയ, ഒരുപക്ഷെ വിപരീതമായി പലതും പ്രതീക്ഷകൾക്കപ്പുറമായി പലതും കണ്ടെങ്കിലും സംഭവിച്ചെങ്കിലും അനുഭവിച്ചെങ്കിലും എങ്കിലും ഹല്ലേലൂയ തീർന്നു പോയെന്നല്ല, ഹല്ലേലൂയ അതോടെ അവസാനിച്ചെന്നല്ല, അതോടെ തീർന്നെന്നല്ല, സമൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഹല്ലേലൂയ. അത് നിമിത്തം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ ജീവിതത്തിൽ നേടിയതും അധ്വാനിച്ചതും മുഴുവനും ചെലവായി ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതയോ ആ ക്ലേശങ്ങളോ രോഗങ്ങളോ മാറാൻ അത് മുഴുവനും ഹല്ലേലൂയ തീർന്ന് അവസാനം നമ്മളൊരു സീറോയായി തീർന്നപ്പോഴും ലോകം പറഞ്ഞു ദൈവത്തെ സേവിപ്പാൻ അവൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് അവൻ നേടിയതും അധ്വാനിച്ചതും മുഴുവനും അത് വിറ്റ് തീർന്നിട്ടും ഹല്ലേലൂയ അവന്റെ ജീവിതത്തിലെ വിഷയം തീർന്നില്ല, അതോടെ അവസാനിച്ചു എന്ന് ചിന്തിച്ചു. പക്ഷേ നമുക്ക് പറയാൻ കഴിയും, സങ്കീർത്തനക്കാരൻ പറയുന്നു, എങ്കിലും ഹല്ലേലൂയ തീർന്നു പോയെന്ന് ചിന്തിച്ചവരുടെ നടുവില്, നാശം കാണാൻ കാത്തിരുന്നവരുടെ നടുവില് സകലതും ഇല്ലായ്മയായി പോയെന്ന് പറഞ്ഞ്, ഒന്നുകൂടെ പറഞ്ഞാൽ നാം പാർത്ത ഭൂമി കൈവശമാക്കാൻ ഹല്ലേലൂയ നമ്മൾ അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നതും കാത്തിരുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാം തീർന്നു ഹല്ലേലൂയ. കടമോ ക്ലേശമോ കഷ്ടമോ ജീവിതത്തിൽ വന്ന് എല്ലാം അവസാനിച്ചു കഴിഞ്ഞ് എല്ലാം തീർന്ന് നാം ദേശത്ത് നിന്ന് ഓടിപ്പോകുമെന്നും ഓടിപ്പോകുമ്പോൾ നമുക്കുള്ള ബാക്കിയുള്ളതുകൂടെ കൈക്കലാക്കാൻ കാത്തിരുന്നവരുടെ നടുവിൽ ഹല്ലേലൂയ ദൈവവൈതലേ പലരുടെയും മനോഭാവങ്ങൾക്ക് വ്യത്യാസങ്ങൾ വരുത്തി, പലരുടെയും ധാരണകളെ തിരുത്തി, തെറ്റിദ്ധാരണകൾക്ക് വ്യത്യാസങ്ങൾ വരുത്തി നമ്മെ മാനിച്ച ദൈവത്തിന്റെ പ്രവർത്തി ഓടിപ്പോകുമെന്ന് ഓടിച്ചു കളയുമെന്ന് പറഞ്ഞവരുടെ ഒക്കെ നടുവിൽ ദൈവം നമ്മെ ഇന്നും നിർത്തിയതോർത്ത് ഹല്ലേലൂയ, ഇന്നും ഉറപ്പിച്ചത് ദൈവമാണെങ്കിൽ, ഇന്നും മാനിച്ചത് ദൈവമാണെങ്കിൽ, ഇന്നും ആദരിക്കുന്നത് ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ പറയണം, എങ്കിലും നീ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, എന്നാൽ ഒന്നിനും കുറവില്ലാത്ത ഒരു അനുഭവത്തിൽ ദൈവം ഇന്ന് നിർത്തിയെങ്കിൽ ഹല്ലേലൂയ അത് ദൈവമായതിന്റെ കാരണക്കാരൻ ദൈവം വിശ്വസ്തനായത് കൊണ്ടാ, ദൈവത്തിന്റെ നീതി ഹല്ലേലൂയ ദൈവത്തിന് മാറ്റാൻ കഴിയാത്തത് കൊണ്ടാ ദൈവം ഇന്നും നമ്മളെ മാനിക്കുന്നത്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, എങ്കിലും നിങ്ങളെ സമൃദ്ധിയിലേക്ക്. ഈ പകൽക്കാലം ഞാൻ അനുഭവിക്കുന്ന സമൃദ്ധിക്ക് കാരണം ദൈവമാണെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഞാൻ അനുഭവിക്കുന്ന ഈ സമൃദ്ധി, ഹല്ലേലൂയ ഞാൻ അനുഭവിക്കുന്ന ഈ നന്മകൾ ഹല്ലേലൂയ. ദൈവമക്കളെ 4 പേര് വീട്ടിൽ വന്നാൽ അവരെ
ഇരുത്താൻ ഇടമില്ലാതെ ഭാരപ്പെട്ടവരുണ്ട്. മുറിയിലിരുത്താൻ സ്ഥലമില്ലാതെ മുറ്റത്തിരുത്തുവാൻ ആഗ്രഹിച്ചവരുണ്ട്. ഇനിയും ഈ പരാധീനത ആരും അറിയണ്ട എന്ന് വിചാരിച്ച് ഒരാൾ പോലും വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കാതെ നയപരമായി അതിനെ ഒഴിവാക്കിയവരുമുണ്ട്. കാരണം എന്തിനെന്റെ നിസ്സഹായാവസ്ഥ മറ്റൊരാൾ അറിയണം? ഹല്ലേലൂയ. ദൈവ പൈതലേ, ഹല്ലേലൂയ. ആഗ്രഹിച്ചതിലൊക്കെ ഉപരിയായി ദൈവം മാനിച്ചില്ലേ? ഹല്ലേലൂയ. ദൈവം നടത്തിയില്ലേ? അതിന് കാരണക്കാരൻ ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, ഈ സമൃദ്ധിക്ക് കാരണം എൻ്റെ ദൈവമാ, ഈ ഉയർച്ചയ്ക്ക് കാരണം എൻ്റെ ദൈവമാ. ഹല്ലേലൂയ. ഇതുവരെ എന്നെ കൊണ്ടെത്തിച്ചത് ഹല്ലേലൂയ. ഒരു പക്ഷേ മക്കൾക്ക് ജോലി നൽകിയതോ നമുക്ക് ജോലി നൽകിയതോ അതിനുള്ള വഴി തുറന്നതോ ഒക്കെ കാരണമായിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം ദൈവസന്നിധി പറയണം, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരം എൻ്റെ ദൈവത്തിൻ്റെതാ. ഹല്ലേലൂയ. അത് ഞാൻ നല്ലവണ്ണം അറിയുന്നു, അത് ഞാൻ നല്ലവണ്ണം മനസ്സിലാക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ, ദൈവം എന്നെ മാനിച്ചത് കൊണ്ടാ ആ നിലയിൽ കർത്താവ് എന്നെ ഉയർത്തിയത്. എങ്കിലും നീ എന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു, സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, ഇന്ന് നീ അനുഭവിക്കുന്ന ഒക്കെ നന്മയുടെ പിന്നിൽ നീ ഒഴുക്കിയ കണ്ണുനീര് കുറവാണെങ്കിലും നിനക്ക് വേണ്ടി നിന്നെ ഓർത്ത് കരഞ്ഞ ചിലരുള്ളത് കൊണ്ട് ഹല്ലേലൂയ. കൂട്ടുവിശ്വാസികളുടെ കൂട്ടത്തിൽ ഭവനത്തിലുള്ള ചിലര് നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി ദൈവസന്നിധി രാപകലില്ലാതെ ഹല്ലേലൂയ നീ ഉറങ്ങുമ്പോഴും നിനക്ക് വേണ്ടി ഉണർന്നിരുന്നു പ്രാർത്ഥിച്ച ചിലര് പ്രാർത്ഥനയുടെ കരങ്ങളിൽ ഹല്ലേലൂയ തമ്പുരാൻ നിർത്തിയതുകൊണ്ട് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തെ ഒത്തിരി സ്തുതിക്കാറുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ നാം അറിയാതെ എത്രയോ പേര് കണ്ണുനീരൊഴുക്കിയതാ നാം അനുഭവിക്കുന്ന ഈ നന്മയുടെ കാരണം. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് പറഞ്ഞില്ലെങ്കിൽ പോലും ഹല്ലേലൂയ നാം ഉറങ്ങുമ്പോൾ, നാം സ്കൂളിൽ പോകുമ്പോൾ, നാം ജോലിക്ക് പോകുമ്പോൾ, നാം പുറത്തു പോകുമ്പോൾ നമ്മെ ഓർത്ത് ഒരു നല്ല നാളേക്ക് വേണ്ടി ദൈവത്തോട് ഹല്ലേലൂയ വളരെ ആത്മാർത്ഥതയോടെ കരഞ്ഞതിന്റെ അതിന്റെ ഒരു ഫലമായി ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ സമൃദ്ധി അനുഭവിക്കുന്ന ദൈവമക്കൾ അതനുഭവിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം, നന്ദി പറയണം, മടിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നാൽ അവരോട് ഒരു വാക്കെങ്കിലും പറയണം. ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന നമ്മുടെ സൗകര്യങ്ങളും അല്ലെങ്കിൽ സന്തോഷങ്ങളൊക്കെ കാണുമ്പോൾ നല്ല വീടാണല്ലോ, നല്ല പണിയാണല്ലോ, അല്ലെങ്കിൽ നല്ല ഇരിപ്പിടമാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ ഈ പ്രാവശ്യം മോൻ വന്നപ്പോൾ വാങ്ങിച്ചാണെന്നോ മോള് പൈസ അയച്ചാന്നൊക്കെ പറയുന്നത് നല്ലതാ. പക്ഷേ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നൂടെ ഒന്ന് ചേർത്ത് പറയാൻ മറക്കല്ലോ കേട്ടോ. ഹല്ലേലൂയ. ലോകമനുഷ്യനെ പോലെ നമ്മളാകരുത്. ദൈവത്തിന് സ്തോത്രം. മകനോ മകളോ നമുക്കുണ്ടായിരുന്ന വരുമാന മാർഗങ്ങളോ അതിന് കാരണമായിരിക്കാം. പക്ഷേ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചൊരു ദൈവകരമുണ്ട്. എന്നെ ഞാനാക്കുവാൻ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ എനിക്ക് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഒരു ദൈവത്തിന്റെ കരമുണ്ട്. അത് നല്ലവണ്ണം മനസ്സിലാക്കുന്നു. കാശ് കൊടുത്താൽ അഡ്മിഷൻ കിട്ടും, ബുദ്ധിയുണ്ടെ പഠിക്കാൻ കഴിയും, പഠനത്തിൽ മികവ് തെളിയിച്ചാൽ പഠനം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പ്ലേസ്മെന്റ് കിട്ടും. 4 അക്ക ശമ്പളമോ 5 അക്ക ശമ്പളമോ 6 അക്ക ശമ്പളം വരെ കിട്ടിയേക്കാം. അതിനെന്നാ ദൈവത്തെ സ്തുതിക്കാൻ? ചിന്തിക്കരുത് നമ്മൾ ലോകമനുഷ്യനെ പോലാകുക. നീ ദൈവത്തെ വിളിക്കുന്നൊരു ദൈവ പൈതലാണെങ്കിൽ ഇന്ന് നീ അനുഭവിക്കുന്ന നന്മകൾക്കും ഹല്ലേലൂയ നിന്റെ കയ്യിലേക്ക് മാസത്തിന്റെ ആരംഭ ദിനങ്ങളിൽ ലഭിക്കുന്ന ആ ഭൗതിക വരുമാനം നിന്റെ കയ്യിലെത്തുമ്പോൾ ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കണം. കർത്താവേ, ഇതിന് ഞാൻ യോഗ്യനല്ലെങ്കിലും ഇത്രത്തോളമൊക്കെ ആയിത്തീരുവാൻ എന്നിൽ വ്യാപരിച്ച ദൈവകൃപ എത്ര വലിയതാ. ദൈവമക്കളെ, അത് സ്തുതിക്കാനൊരു കാരണമുണ്ട്. നമ്മളോട് ഒരുമിച്ച് സമപ്രായക്കാരായ പലരും നമ്മുടെ ദേശത്തുള്ളവർ, ഒരുമിച്ച് പഠിച്ചവരും ഒരുമിച്ച് ഹല്ലേലൂയ ജോലിക്ക് വേണ്ടിയുള്ള കോഴ്സ് ചെയ്തവരും ഇന്ന് പലരും എങ്ങും എത്താതിരിക്കുമ്പോൾ ഹല്ലേലൂയ പറഞ്ഞത് മനസ്സിലായോ? എങ്ങും എത്താതിരിക്കുമ്പോ ഹല്ലേലൂയ അവർക്കൊക്കെ പ്രാപ്തിയും പിടിപാടുമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവരെക്കാളൊക്കെ ഒരു പടി മുമ്പിൽ ദൈവം നിന്നെ അയച്ചു മാനിച്ചത് ഓർക്കുമ്പോഴാ നീ ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഈ സമൃദ്ധിക്ക് കാരണം ദൈവമാ, ഈ കൃപയ്ക്ക് കാരണം ദൈവമാ, എന്നിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപയാണ് ദൈവനെ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രം. വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ.
ഞാൻ പറഞ്ഞതായ ഭാഗങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ലെങ്കിലും ഈ ഭാഗത്തിന്റെ വിശദീകരണത്തിലൂടെ വേഗത്തിൽ മുന്നോട്ട് പോകാം. സ്തുതിക്കാനുള്ള ഒന്നാമത്തെ കാരണം അവന്റെ പ്രവർത്തികൾ നിമിത്തം, രണ്ടാമത്തെ കാരണം അവന്റെ കരുതൽ നിമിത്തം. ദൈവത്തിന് സ്തോത്രം. ഇനി മൂന്നാമത് അതിന്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അവിടെ ആലയത്തിലേക്ക് വരുന്നതിനെ കുറിച്ച്, ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാ ദൈവസന്നിധിയിലേക്ക് ചെല്ലേണ്ടത്? അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ട്, 13, 14, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ ഹോമയാഗങ്ങൾ കൊണ്ട് നിന്റെ ആലയത്തിലേക്ക് വരും, എന്റെ നേർച്ചകളെ ഞാൻ നിനക്ക് കഴിക്കും. കാര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാനായി പോകുമ്പോൾ വെറും കൈയായി പോകാതെ, ദൈവം എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം പോകുന്നതിനൊരു കാരണമുണ്ട്. എന്റെ കഷ്ടതയിൽ. ആ വാക്യം ഒന്ന് വായിച്ചേ, 14-ാമത്തെ വാക്യം. ഞാൻ കഷ്ടതയിലായൊരു സമയമുണ്ട് കേട്ടോ, പ്രയാസത്തിലായൊരു സമയമുണ്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ വായാൽ നേർന്ന കാര്യമാ, കർത്താവേ ഇതിനൊരു മാറ്റം തന്നാൽ, ഇതിന് ഒരു വിടുതൽ തന്നാൽ, അല്ലെ ഇതിനൊരു ആശ്വാസം തന്നാൽ. ചിലപ്പോൾ മാതാപിതാക്കൾ തലമുറകളോട് പറയാറുണ്ട്, ഹല്ലേലൂയ, ഇന്ന് നീ ഇങ്ങനെ ആയതിന്റെ പിന്നിൽ, ഹല്ലേലൂയ, അന്ന് ഞാൻ ഒത്തിരി കരഞ്ഞതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നീ ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ നീ ജനിച്ച സമയത്ത്, നിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലൊക്കെ ആഞ്ഞടിച്ചതായ കാറ്റുകളും അതിനിമിത്തം ഉണ്ടായ ക്ലേശങ്ങളും, അല്ലെങ്കിൽ അതിനിമിത്തം ഞാൻ അനുഭവിച്ച ഭാരങ്ങളും എനിക്കറിയാം. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവേ ഇതിനൊരു മാറ്റം തന്നാൽ, ഇതിനൊരു വിടുതൽ തന്നാൽ, ഇതിനൊരു നീക്കുപോക്ക് തന്നാൽ. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലിയതാ, ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ സന്നിധിയിൽ ഭക്തൻ പറയുക, എന്റെ കഷ്ടതയിൽ ഞാൻ ദൈവത്തോട് അങ്ങനെ പറഞ്ഞു. ചിലതൊക്കെ ദൈവത്തോട് പറഞ്ഞതുകൊണ്ടാ എനിക്ക് ദൈവം എന്നെ ഇത്രത്തോളം മാനിച്ചത്. ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരോട് ചോദിച്ചാൽ, ഇവരിയ്ക്കുന്ന മാതാക്കളോട് ചോദിച്ചാൽ, അല്ലെ കർത്തദാസന്മാരോട് ചോദിച്ചാൽ, അവർക്കൊക്കെ പറയാൻ കഴിയും, കഴിഞ്ഞകാല ജീവിതാനുഭവങ്ങളിൽ വേദനകളും ഭാരങ്ങളും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോ. ചില മാതാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആരംഭത്തിൽ ജനിച്ചതായ 2 കുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളായപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നം ജീവിതത്തിൽ വന്നു. ചിലര്, ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, പെന്തക്കോസിൽ പോയത് കൊണ്ടാണ്. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ നിന്നയൊന്ന് മാറ്റാൻ. ഹല്ലേലൂയ. ദൈവവൈതലേ, അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾ ഏതെല്ലാം കാര്യങ്ങൾ കഷ്ടതയും നേർന്നാണെന്നറിയാമോ? ദൈവത്തോട് പറഞ്ഞാണെന്നറിയാമോ? കർത്താവേ ഇവരുടെയൊക്കെ ഇവരുടെയൊക്കെ ഇടയിൽ നിലനിൽക്കണമെങ്കിൽ ഒരു വിടുതൽ ഉണ്ടായേ പറ്റുള്ളൂ. ചിലതൊക്കെ കർത്താവേ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിപ്പിക്കാൻ ആളില്ലാതെ, സ്വന്തമായി പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ അങ്ങനെ ഭാരപ്പെട്ടപ്പോ, ഹല്ലേലൂയ, ദൈവത്തോട് പറഞ്ഞ, കർത്താവേ ഹല്ലേലൂയ, താല്പര്യമുണ്ടെങ്കിലും പ്രാപ്തിയില്ല. ആ സമയങ്ങളിലൊക്കെ ദൈവവൈതലേ, നീ അറിയാതെ നിനക്കുള്ളത് നിന്റെ വീട്ടിലെത്തിച്ചത്, ഹല്ലേലൂയ, നീ അറിയാതെ നിനക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിച്ച ആളുകളെ ഉണർത്തി നിനക്ക് വേണ്ടി, ഹല്ലേലൂയ, ഇന്നും ഒരുപക്ഷെ ആരതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു എന്ന് വേണ്ടതുപോലെ നമുക്കോ ഇതര മനുഷ്യർക്കോ അറിയാത്ത നിലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ചെയ്ത ദൈവത്തിന്റെ നീതി എത്ര വലിയതാണ്. എനിക്കൊരു വാത്സല്യ സഹോദരനെ അറിയാം. ഞാൻ നേരത്തെ ശുശ്രൂഷിച്ചൊരു സഭയില്ല. അദ്ദേഹത്തെ ഒരു ദിവസം വിളിച്ചൊരു സാക്ഷ്യം ദൈവമക്കളുമായി പങ്കുവെക്കണമെന്ന് ദൈവത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ബിസിനസ് ആരംഭിച്ചു, ബേക്കറി, അതെന്റെ ബിസിനസ് ആരംഭിച്ചു. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അതിന്റെ ഓട്ടത്തിന് വേണ്ടി കടം വാങ്ങിച്ചു. ആ കടം സമയത്തിന് കൊടുക്കാൻ കഴിയാതെ ബിസിനസ് അതങ്ങോട്ട് ശരിയായ നിലയിൽ വളരുന്നില്ലെന്ന് കണ്ടപ്പോൾ ബ്ലേഡുകാരുടെ നിന്ന് പണം വാങ്ങിച്ചു. ഒരാളെ സെറ്റിൽ ചെയ്യാൻ വേറൊരാടെ നിന്ന് വാങ്ങിക്കും. ആ ആള് ചോദിക്കുമ്പോൾ അതിനെക്കാട്ടിൻ മേളിൽ ഒരാടെ നിന്ന് വാങ്ങിക്കും. ചുരുക്കി പറഞ്ഞാൽ 65 ലക്ഷം രൂപയിൽ കുറയാതെ കടബാധ്യത. ഇവിടെ ഇരിക്കുന്ന ആർക്കും അങ്ങനെ ഒരു വേദന വരത്തില്ല. ഞാൻ ഇനിയും പറയുന്നത്, അവസാനം കടക്കാർ തന്റെ വസ്തുവിന്റെ ആധാരം 2 ലോണാ. കടക്കാർ വീട്ടിൽ വന്ന് തന്നോട് പറഞ്ഞ വാക്ക്, ബൈക്കിൽ കൂടെ പറയുന്നതിൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, പക്ഷെ ദൈവമക്കൾ അത് അറിയണം. കടക്കാർ വന്നിട്ട് പറഞ്ഞു, വീട്ടാൻ നല്ല ഒരു കാര്യം പറഞ്ഞു തരാം,
വീട്ടില് നിനക്ക് നല്ല ഒരു ഭാര്യയും നല്ല ഒരു മകളും ഉണ്ടല്ലോ, നീ ഒന്ന് മനസ്സ് വെച്ച കടം വീട്ടും. ഇങ്ങനെ വരെ പറഞ്ഞ് അല്ലെ ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഞാനൊരു ദൈവവൈതലായതുകൊണ്ട് ഹല്ലേലൂയ ആത്മഹത്യ ഇതിനൊരു പരിഹാരമല്ല. അദ്ദേഹം തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹത്തിന്റെ ആധാരമെല്ലാം ബാങ്കിലാണ്. സഭയിലുള്ള ഒരു വിശ്വാസിയുടെ ആധാരം കൂടി എടുത്ത് പണയം വെച്ച് കുറെ കാശെടുത്ത് കൊടുത്തു. ആ വീട്ടുകാരും അവസാനം താനുമായിട്ട് വലിയ പ്രതിസന്ധിയായി. പിറ്റേ ദിവസം രാവിലെ ഒരു 5 ലക്ഷം രൂപ കൊടുത്ത പണയം എടുത്തില്ലെങ്കിൽ ആ വസ്തുവും തീരുമെന്നുള്ളൊരു കണ്ടീഷനായി, ആ വസ്തുവും കൈവിട്ടു പോകുമെന്നുള്ളൊരു അന്തരീക്ഷമായപ്പോഴാ പ്രതികൂലം വല്ലാതെ പിടിച്ചു മുറുക്കിയത്. ഇവർ രാത്രി തീരുമാനിച്ചു, നേരം വെളുക്കുന്നതിന് മുമ്പ് ഉള്ള സാധനങ്ങൾ കെട്ടിപ്പറക്കി എവിടോട്ടെങ്കിലും പോകാം. ചാകുന്നില്ല, എങ്ങോട്ടെങ്കിലും ആരും അറിയാതെ എവിടെ വരെ പോകാൻ കഴിയുമോ അവിടെ വരെ പോവുക. വീടും സാധനങ്ങളും, ഒരു ചെറിയ വീടും സാധനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പോകാൻ അങ്ങനെ തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹം കിടക്കുന്നതിന് മുമ്പ് ഭാര്യയോട് പറഞ്ഞു, കുഞ്ഞുങ്ങളോട് ഇത് പറഞ്ഞില്ല. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നാളെ ഒരു യാത്രയുണ്ട്, നിങ്ങൾ ഒരുങ്ങണം. അല്പസാധനങ്ങളൊക്കെ എടുത്ത് ക്രമീകരിച്ച് അവർ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി. അദ്ദേഹം ആ ഭവനത്തിൻ്റെ അകത്ത് മുഴങ്കാൽ മടക്കി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ അറിയാതെ ഇതല്ല സംഭവിച്ചത്, ഞാൻ നിന്നെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചതാണ്, അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. ദൈവമക്കളെ, അന്ന് രാത്രി ഒരു 2 മണിയായപ്പോൾ അമേരിക്കയിലുള്ളൊരു സഹോദരൻ, ആ സഭയിലുള്ളൊരു വ്യക്തിയാ, പക്ഷേ ഇന്ന് വരെ ഈ പ്രിയപ്പെട്ടവൻ അറിയത്തില്ല അദ്ദേഹം സഹായിച്ചെന്നുള്ളത്. രാത്രി 2 മണിക്ക് താൻ അവിടെ വിശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തട്ടി ഉണർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന ആള് വലിയ പ്രതിസന്ധിയിലാണ്, നീ അവനെ സഹായിക്കണം. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ആ 2 മണിയാകുമ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ സഹോദര വിശേഷം? ഹല്ലേലൂയ. ആളിന്റെ പേര് പറഞ്ഞില്ല. ഹല്ലേലൂയ. എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ ബാധ്യതയുടെ മുമ്പിലാണ് നീ ആയിരിക്കുന്നത് എന്ന് ഞാൻ കണ്ടു. അതുകൊണ്ട് നാളെ രാവിലെ ഇന്നടത്ത് ചെന്ന് നിനക്ക് ആവശ്യത്തിനുള്ള പൈസ നീ അവിടെ നിന്ന് വാങ്ങണം. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, ഇന്നും ആ പൈസ കൊടുത്തു തീർത്തിട്ടില്ല. ഹല്ലേലൂയ. തനിക്ക് ആവശ്യത്തിനുള്ളതായ പണം 5 ലക്ഷം രൂപ വേണം ആ വസ്തുവിന്റെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ. അദ്ദേഹം പോയി ആ പറഞ്ഞിടത്ത് പോയി ചെന്ന് വാങ്ങിച്ചു. ആ വ്യക്തിയോട് ചോദിച്ചു, ഇതാരാ നിങ്ങളോട് പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പേര് വെളിപ്പെടുത്തരുത്. ഇന്ന് വരെ അദ്ദേഹത്തിന് അറിയത്തില്ല. പക്ഷേ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടുകാരെന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അല്ലെങ്കിൽ ഒരു ദൈവദാസനായതുകൊണ്ട് ഞാൻ പറയുക, ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ദൈവവൈതലേ, കഷ്ടതയുടെ നടുവില് നിന്റെ കണ്ണുനീരറിയുന്ന ദൈവം, ഹല്ലേലൂയ, നിന്നെ സഹായിക്കാൻ ആരുമില്ലെങ്കിലും ഹല്ലേലൂയ, നീ ഒരു ദൈവവൈതലാണെന്നുള്ള ഏക കാരണത്താൽ ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ അടുത്ത ഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ വരികയാ. അല്ലെ, എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ അവിടെ ഓർപ്പിച്ചത്. എന്റെ കഷ്ടതയുടെ നടുവിൽ എനിക്ക് ദൈവം ഒരു ഉത്തരം തന്നതുകൊണ്ട്, ഒരു മറുപടി തന്നതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പോകുന്നത് വെറും കൈയായിട്ടല്ല. അല്ലയോ, ദൈവം എനിക്ക് തന്നതായ ആ നന്മകളും അതിന്റെ അനുഭവങ്ങളുമായിട്ടാണ് ഞാൻ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത്. ഇനി ഏറ്റവും ഒടുവിലത്തെ ആ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന്റെ ഹല്ലേലൂയ 16 മുതൽ ഹല്ലേലൂയ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ശ്രദ്ധിക്കണമേ, സ്തുതിക്കാനുള്ള ആഹ്വാനമാണ് ഈ സങ്കീർത്തനമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ഭാഗം, പ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിക്കണം, അവന്റെ കരുതൽ നിമിത്തം അവനെ സ്തുതിക്കണം. പിന്നെ നമ്മൾ ചിന്തിച്ചത് എങ്ങനെ അവനെ സ്തുതിക്കണം. ഈ 16 മുതൽ 20 വരെയുള്ള ഭാഗത്ത് എന്തുകൊണ്ട് അവനെ സ്തുതിക്കണം. ഹല്ലേലൂയ. അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ പ്രാർത്ഥനാ ശബ്ദം ദൈവം എന്ത് ചെയ്തു?
കേട്ടു. ഹല്ലേലൂയ. എന്റെ യാചന ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? കേട്ടിരിക്കുന്നു. ആ 19-ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എന്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം അത് പറയാൻ കഴിയുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഇവിടെ മുമ്പിൽ എന്റെ പ്രാർത്ഥന കേട്ടൊരു ദൈവമുണ്ട്. എന്റെ യാചനകളുടെ ശബ്ദം ശ്രവിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യാചന എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്നത്, നമ്മുടെ വീടിന്റെ മുമ്പിൽ ഒരാൾ വന്ന് നിന്നിട്ട് ഒരു 10 രൂപ ഇങ്ങെടുത്തേ എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മൾ കൊടുത്തേ വിടുകയുള്ളൂ. ഹല്ലേലൂയ. സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ വളരെ താണു വീണ് ഹല്ലേലൂയ അവരുടെ അവസ്ഥകളൊക്കെ കാണുമ്പോൾ ആദ്യം നമ്മൾ നോ പറയാനാണ് കതവ് തുറന്നതെങ്കിലും ഹല്ലേലൂയ അവരുടെ അവസ്ഥ യാചനയുടെ മുമ്പിൽ നമുക്കൊരു മനസ്സ് തോന്നും. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ യാചനാ ശബ്ദം ഹല്ലേലൂയ ദൈവം കേട്ടു, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, എന്റെ യാചന ദൈവം ശ്രദ്ധിച്ചു. അതിന്റെ കാരണം ആ ഭാഗത്ത് പറയുന്നുണ്ട്. 1, ഞാൻ അവനോട് നിലവിളിച്ചു. ഹല്ലേലൂയ. 2, എന്റെ നാവിന്മേൽ അവന്റെ പുകഴ്ച. ഹല്ലേലൂയ. ഞാൻ എവിടെ പോയാലും ആരോട് പറഞ്ഞാലും എൻ്റെ നാവിൽ കർത്താവിനെ കുറിച്ചൊരു പുകഴ്ചയുണ്ട്. ഹല്ലേലൂയ. എലിസബത്തിനോട് ചോദിച്ചാൽ, യേശുവിന്റെ അമ്മയായ മറിയോട് ചോദിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അവർക്കൊക്കെ പറയാൻ കഴിയും, ശക്തനായവൻ വലിയവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, വലിയവനായ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. എലിസബത്ത് പറയുന്നു, തന്റെ ദാസിയുടെ താഴ്ച അവൻ കടാക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്റെ നിന്ദതയെ മാറ്റി. എപ്പോഴും പറയാൻ ദൈവത്തെക്കുറിച്ചൊരു പുകഴ്ച നാവിന്മേലുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് പറയാനുള്ള പുകഴ്ച കർത്താവിനെ കുറിച്ചായിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്തത്, കർത്താവ് ഞങ്ങളെ മാനിച്ചത്, കർത്താവ് ഇത്രത്തോളം എനിക്ക് ആരോഗ്യം നൽകിയത്, ഹല്ലേലൂയ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയത് ദൈവമാ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി നൽകിയ ദൈവമാ, അവർക്ക് നല്ല കുടുംബജീവിതം നൽകിയ ദൈവമാ, നല്ല ഓമനത്വമുള്ള കുഞ്ഞുങ്ങളെ നൽകിയ ദൈവമാ. ഹല്ലേലൂയ. എപ്പോഴും ഒരു പുകഴ്ച കർത്താവിനെ കുറിച്ചാ. ഹല്ലേലൂയ. നമുക്ക് ബന്ധങ്ങളും സ്വന്തങ്ങളും ഒരുപാട് ഈ ഭൂമിയിലുണ്ട്. പക്ഷേ അതൊന്നും ആ കർത്താവിൻ്റെതായ സ്ഥാനത്ത് ആ പുകഴ്ചയിൽ അവരാരും വിഷയമായി തീരരുത്. സകല പുകഴ്ചയ്ക്കും യോഗ്യൻ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് എങ്ങനെയാ നിന്നെക്കുറിച്ച് പുകഴ്ത്താതിരിക്കുന്നത്? എന്നെ ഉദ്ധരിച്ചത് ദൈവമാ, എന്റെ പാപത്തിൽ നിന്ന് വിടുവിച്ചത് ദൈവമാ, എന്റെ കഷ്ടതയിൽ നിന്ന് വിടുവിച്ചത് കർത്താവ്. എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം എന്നെ അഭിവൃദ്ധിയിലേക്ക് സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന ദൈവമായതുകൊണ്ട് ഞാൻ നിന്നെ പുകഴ്ത്തുകയാ. ദൈവമക്കളെ, നമുക്ക് പറയാനുള്ളത് കർത്താവിനെ കുറിച്ചായിരിക്കണം. നമ്മെക്കുറിച്ച് കുറച്ചേ പറയാവൂ കേട്ടോ. നമ്മെക്കുറിച്ച് വളരെ കുറച്ചേ പറയാവൂ. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മെ ഉയർത്തിയ കർത്താവിനെ കുറിച്ച് പറയാം, നമ്മെ വിടുവിച്ച കർത്താവിനെ കുറിച്ച് പറയാം. അതാ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആശ്വാസം നൽകുന്നത്. നമ്മുടെ അനുഭവ സാക്ഷ്യം കേട്ടാൽ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു പ്രോത്സാഹനമേ മറ്റുള്ളവർക്ക് ഉണ്ടാകുകയുള്ളൂ. ഒരു വിടുതലും ലഭിക്കത്തില്ല. വിടുതൽ ലഭിക്കണമെങ്കിൽ ആ കർത്താവിൽ ആശ്രയിക്കണം. അതുകൊണ്ട് നാം ഒരു ചൂണ്ടുപലകയായിരിക്കണം. കർത്താവിങ്കിലേക്കുള്ള, കർത്താവിനെ അറിയാൻ, കർത്താവിനെ മനസ്സിലാക്കാനുള്ള ഒരു ചൂണ്ടുപലകൾ മാത്രം നമുക്കായിരിക്കാം. നമ്മുടെ പുകഴ്ച കർത്താവാകട്ടെ. ഹല്ലേലൂയ. എന്റെ വായിൽ, എന്റെ നാവിൽ എപ്പോഴും അവനെ കുറിച്ചൊരു പുകഴ്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും പറയാനുള്ളത് ഇതിനെല്ലാം കാരണക്കാരനുണ്ട് ദൈവമാ. ദൈവത്തിന് സ്തോത്രം. അതെപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ചിന്താഗതി ഒന്നും നമ്മുടെ പറച്ചിലും മറ്റൊന്നും ആയതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും ഓർക്കണം, എപ്പോഴും ദൈവത്തിന് നന്ദി പറയണം. കർത്താവേ, ഇതിനെല്ലാം അവിടുന്നാണല്ലോ കാരണക്കാരൻ, ഇതിനെല്ലാം അതിന്റെ പിന്നിലുള്ളതായ കരം അവിടുത്തേതാണല്ലോ എന്നൊരു ഓർമ്മയും ബോധ്യവും നമുക്കുണ്ടെങ്കിൽ പറയുമ്പോഴും അങ്ങനെ പറയാനൊക്കത്തുള്ളൂ. കാരണം ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരം. അപ്പൊ ഹൃദയത്തിൽ അത് കവിയണം, ഹൃദയത്തിൽ അത് വരണം. ഹൃദയത്തിൽ വന്നാലേ നിറയത്തുള്ളൂ, നിറഞ്ഞെങ്കിലേ കവിയത്തുള്ളൂ, കവിഞ്ഞെങ്കിലേ നമുക്ക് പറയാനായിട്ട് എപ്പോഴും അത് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ ആയുഷ്കാലത്തൊക്കെ ഞാൻ യഹോവയ്ക്ക് പാടും, ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. കാരണം എനിക്ക് കീർത്തനം ചെയ്യാനുള്ളതും എനിക്ക് പാടാനുള്ളതും എല്ലാം കർത്താവിനെ കുറിച്ചാണ്. കാരണം ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഈ നിലയിലാക്കിയതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും ഭോഷനെന്ന് ചിന്തിച്ചപ്പോൾ,
ഹല്ലേലൂയ. ഒരു നിലയിൽ ഒരു വളർച്ച ഉണ്ടാകത്തില്ലെന്നോ ഒരു നിലയിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകത്തില്ലെന്നോ ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മളെക്കാട്ടിൽ തലയെടുപ്പുള്ള പലരും നമ്മുടെ കുലത്തിലും കുടുംബത്തിലും ഒക്കെ ഉള്ളപ്പോൾ അവരുടെയൊക്കെ നടുവിൽ ഹല്ലേലൂയ അല്ലെങ്കിൽ മാനുഷികമായ നിലയിൽ ലോകപരമായി ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല. പക്ഷേ യോസഫിന്റെ സഹോദരന്മാരെ പോലെ ആ യോസഫിന്റെ സഹോദരന്മാർ പറഞ്ഞു, നമുക്ക് അവനെ പിടിച്ച് ഒരു കുഴിയിൽ എന്ത് ചെയ്തേക്കാം, ഇട്ടേക്കാം. അവനോടുള്ള പകയുടെ കാര്യം എന്താണെന്നറിയാമോ? അവന്റെ സ്വപ്നം. അതേല അവരുടെ ആ ഒരു ഹല്ലേലൂയ ശ്രദ്ധ മുഴുവൻ. അവൻ ആ പറഞ്ഞ സ്വപ്നം ഒരു സാധാരണ സ്വപ്നമല്ല, ഒരു സാധാരണ വിഷയമല്ല അവൻ പറഞ്ഞത്. എന്തോ അവനിലൂടെ അവന്റെ ജീവകാലത്ത് സംഭവിക്കും, അതിന് നമ്മളെല്ലാം വിഷയമാകുമെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് അതെന്ത് ചെയ്യരുത്, സംഭവിക്കരുത്. അതുകൊണ്ട് അവനെ നമുക്ക് എന്ത് ചെയ്തേക്കാം, കൊന്നേക്കാം. ദൈവമക്കളെ, സ്വപ്നം തന്നത് ദൈവമാണെങ്കിൽ ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണെങ്കിൽ നിനക്കത് വെളിപ്പെടുത്തിയതെങ്കിൽ ആര് നോക്കിയാലും അവനെ തകർക്കാൻ പറ്റത്തില്ല. ഒരു ഫറവോൻ നോക്കിയാലും, കൊട്ടാരം നോക്കിയാലും, ഇവന്റെ സഹോദരന്മാർ നോക്കിയാലും ഹല്ലേലൂയ, കുഴിയിലോ കുണ്ടറയിലോ ഒക്കെ ഒതുക്കാൻ ശ്രമിച്ചാലും ഒതുങ്ങിപ്പോകുന്നതായ ഒരു ജന്മമല്ല ഇവൻ്റേത്. ദൈവത്തിന് സ്തോത്രം. കാരണം ഇവനെക്കുറിച്ചൊരു പരിഗണന ദൈവത്തിൻ്റെതാ. ദൈവത്തിന് സ്തോത്രം. ഇവൻ ദൈവത്തിന്റെ പരിഗണനയിൽ ഉൾപ്പെട്ടവനായതുകൊണ്ട് അവനെ മാനിക്കുന്ന സ്വർഗത്തിലെ ദൈവമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. എൻ്റെ പ്രാർത്ഥന, ഞാൻ ഈ സങ്കീർത്തനവുമായി ദൈവസന്നിധിയിൽ അല്പസമയങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവമക്കളോട് ഊന്നൽ കൊടുത്ത് പറയാൻ പറഞ്ഞ ഒരു സന്ദേശം ഇതാണ്. ഹല്ലേലൂയ, ഞാൻ എൻ്റെ ജനത്തിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവരുടെ യാചന ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവമക്കളെ, ഈ മാസത്തെ ദൂതായി, ഈ ആഴ്ചയിലെ ദൂതായി ദൈവം നമുക്ക് കൈമാറുന്ന സന്ദേശം ഇതാണ്. യഹോവ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച ഒരുപാട് പ്രാർത്ഥന കർത്താവ് കേട്ടു. ആ കേട്ടതുപോലെയല്ല, ഹല്ലേലൂയ, ദൈവം കേട്ടതിന്റെ ചില തെളിവ് ഈ സഭാമധ്യേ എഴുന്നേറ്റ് പറയത്തക്കതുപോലെ ദൈവം നമ്മെ മാനിക്കും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കലേക്ക് വരുന്നു. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥന കേൾക്കുന്നവനാ. നമുക്ക് ഇന്ന് പകൽക്കാലം കർത്താവിൽ വിശ്വസിക്കാം, കർത്താവിൽ നമുക്ക് ധൈര്യപ്പെടാം, നമുക്കൊന്നുകൂടെ ഒന്ന് ഉറയ്ക്കാം. ഹല്ലേലൂയ. ഒരു പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്നപ്പോൾ, ഈ ആരാധനയെ സംബന്ധിക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്തിന്റെ നടുവിൽ മനസ്സ് ഇളകിയുന്ന അനുഭവത്തിൽ മനസ്സ് ഭാരപ്പെട്ട കടന്നു വന്നെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ അന്തരാത്മാവിനോട് പറ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്, യഹോവയിൽ പ്രത്യാശ വെക്ക, അവൻ നിന്റെ മുഖപ്രകാശ രക്ഷയും ഹല്ലേലൂയ എൻ്റെ ദൈവമാകുന്നു എന്ന് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിനോട് പറയാം, നമ്മുടെ ഉള്ളത്തോട് പറയാം, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം തന്നിരിക്കുന്നു. ഈ വാക്കുകൾ ഹല്ലേലൂയ ദൈവം എൻ്റെ അന്തരംഗത്തിൽ ആത്മാവിന്റെ ഹേമത്താൽ ഹല്ലേലൂയ ഓർപ്പിക്കുന്നതോട് ഞാൻ വിളിച്ചു പറയുക, ദൈവം നിനക്ക് വീണ്ടും ഉപകാരം ചെയ്യാൻ വിശ്വസ്തന. വീണ്ടും ഒരു വിടുതൽ നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പട്ടികയിലുള്ള പലതിനും വിടുതൽ തന്ന് കഴിഞ്ഞ നാളുകൾ മാനിച്ചെങ്കിൽ ചിലതിലൂടെ മറുപടി കാണുവാൻ ദൈവസന്നിധിയിൽ ആവലോടെ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ഈ പകൽക്കാലം ഈ വചനം ദൈവം നമ്മോട് കൈമാറുകയാ. അല്ലെ, യഹോവ നിനക്കൊരു ഉപകാരം വീണ്ടും ചെയ്യുക. എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. ഹല്ലേലൂയ. ചില വിഷയങ്ങളെ ഓർക്കുമ്പോൾ, ചില വിഷയങ്ങളെ കാണുമ്പോൾ, ചില വിഷയങ്ങൾക്ക് വിടുതലില്ല എന്നുള്ള ചിന്താഭാരം നിന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഈ പകൽക്കാലം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വിളിച്ചു പറയുക, ആ വിഷയത്തിൽ ദൈവം ഒരു വിടുതൽ തരുകയാ. വീണ്ടും നീ സ്വസ്ഥമായിരുന്ന ദൈവജനത്തിന്റെ മധ്യേ ദൈവം എന്നെ മാനിച്ചെന്ന്, എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നെന്ന് പറയത്തക്ക നിലയിൽ ദൈവം നമ്മെ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കൊന്ന് ധൈര്യപ്പെടാം. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കേൾക്കുമെന്നല്ല, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകൾ കേട്ടതല്ല, ഇന്നത്തെ അനുഭവത്തിലും ഹല്ലേലൂയ ഇന്നലകളിൽ കേട്ടവൻ, ഹല്ലേലൂയ, ഇന്നലകളിൽ സഹായിച്ചവൻ ഇന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഞാൻ കരഞ്ഞ വിഷയത്തിൽ ഒരുപക്ഷെ ആരും അറിഞ്ഞില്ലെന്നിരിക്കുക, ഹല്ലേലൂയ, ആരോടും പറഞ്ഞില്ലെന്നിരിക്കുക, സാരമില്ല, അതിൻ്റെ മേലൊരു വിടുതൽ ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ഹൃദയത്തിൽ ആ ഒരു ഉറപ്പുള്ള ദൈവമക്കൾ, ദൈവം ഈ ദൂത് എന്നോട് സംസാരിച്ചെന്ന് ഉറപ്പുള്ളവരെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ എഴുന്നേറ്റ് പ്രസ്താവിക്കാൻ ദൈവം അവസരങ്ങൾ തരട്ടെ. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കും, എന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ദിവസങ്ങൾ ഞാൻ ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും.
നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാം, തലകളെ ദൈവത്തിൽ വണക്കി ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ വാഴ്ത്തുന്നു. ഈ ശബ്ദം ശ്രവിച്ച ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളും ഞങ്ങളായിരിക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളും പരസ്പരം അറിയാൻ കഴിയുന്നില്ലെങ്കിലും, അടുത്തിരിക്കുന്നവർക്ക് എല്ലാം അറിയാൻ കഴിയുന്നില്ലെങ്കിലും, ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം അങ്ങ് മാത്രമാകിയ സ്തോത്രം. ഭാരത്തോടെ, കലങ്ങിയ മനസ്സോടെ, അസ്വസ്ഥപ്പെട്ട ജീവിത സാഹചര്യങ്ങളോടുകൂടെ ദൈവത്തിൽ കടന്നു വന്ന അങ്ങയുടെ മക്കളോട് സംസാരിപ്പാൻ എൻ്റെ ദൈവത്തിന് ഹിതം തോന്നിയതുകൊണ്ട് സ്തോത്രം. അവങ്ങ് മനസ്സലിഞ്ഞതോർത്ത് സ്തോത്രം. സ്തുതിപ്പാനായി ഞങ്ങളെ തിരഞ്ഞെടുത്ത ദൈവമേ, അങ്ങയുടെ പ്രവർത്തികൾ നിമിത്തം, അങ്ങയുടെ കരുതൽ നിമിത്തം അങ്ങ് സ്തുതിപ്പാൻ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കണമേ. എങ്ങനെ ദൈവത്തെ സ്തുതിക്കണമെന്ന്, എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണമെന്നൊക്കെ ചിന്തിപ്പാൻ അല്പമായി ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ, ഞങ്ങളുടെ യാചന ശ്രദ്ധിച്ച ദൈവമേ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാകിയ സ്തോത്രം. ഹൃദയത്തിൽ അകർത്തിയും കരുതാതെ നാവിൽ അങ്ങയെക്കുറിച്ച് പുകഴ്ചയുള്ളവരായി അങ്ങയോട് നിലവിളിച്ചും പ്രാർത്ഥിച്ചും ഞങ്ങളുടെ ജീവനം കഴിപ്പാൻ ഞങ്ങളെ പിന്നെയും സഹായിക്കണം. തലവണക്കി എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവരംഗം സമർപ്പിക്കുന്നു. കൃപയെ ഞങ്ങളെ നിൽപ്പാൻ സഹായിക്കണമേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളും വിടുതലുകളും നന്മകളും ദൈവനാമഹത്വത്തിനായും ദൈവജനത്തിന്റെ ആത്മീയ വർധനയ്ക്കായും പ്രസ്താവിക്കുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ഒരുക്കിയിട്ടുള്ള ദൈവജനത്തിനായി സ്തോത്രം. ആദരങ്ങൾ തുറക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് ഹല്ലേലൂയ പ്രസ്താവിപ്പാൻ നിന്റെ മക്കളെ ദൈവം ശക്തീകരിക്കണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കണം. എല്ലാ നന്മകൾക്കായി, എല്ലാ ദാനങ്ങൾക്കായി സ്തോത്രം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ കരവും ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ, വീഴാതെ താങ്ങുന്ന, താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടും ഞാൻ. വീഴാതെ താങ്ങുന്ന, താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നു. കഠിന ശോധന പർവ്വതങ്ങൾ, ജീവിത സാഗര പോരാട്ടങ്ങൾ, കഠിന ശോധന പർവ്വതങ്ങൾ, ജീവിത സാഗര പോരാട്ടങ്ങൾ, വൻതിരമാലപോ ആഞ്ഞടിച്ചിടുമ്പോൾ മാറാത്ത നാഥനെ സ്തുതിച്ചിടും ഞാൻ. വൻതിരമാലപോ ആഞ്ഞടിച്ചിടുമ്പോൾ മാറാത്ത നാഥനെ കാൽവറി ക്രൂശതിൽ എൻ്റെ പേർക്കാ കൈകാൽകളാണിക്കാൻ ഏൽപ്പിച്ചോനെ. കാൽവറി ക്രൂശതിൽ എൻ്റെ പേർക്കാ കൈകാൽകളാണിക്കാൻ ഏൽപ്പിച്ചോനെ. കൺകൾ നിറയുന്നു, ഉള്ളം തുടിക്കുന്നു, രക്തം ചിന്തി എന്നെ വീണ്ടതിനാ. കൺകൾ നിറയുന്നു, ഉള്ളം തുടിക്കുന്നു, രക്തം ചിന്തി എന്നെ വീണ്ടതിനാ. ശൈലവുമെന്റെ സങ്കേതവും കോട്ട
ശൈലവുമെന്റെ